വടക്കേ മലബാർ ഭാഗങ്ങളിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു കറിയാണ് കേട്ടോ പിടിക്കറി. അപ്പൊ പിടിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒറോട്ടിപ്പൊടിയാണ്. അല്ലെ ഫുഡ്സിന്റെ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. സത്യം പറഞ്ഞത് ഉണ്ടാക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ, കാരണം ജീരകമുട്ടായിന്റെ വലുപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെയിൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് അരിപ്പൊടിയും ഉപ്പും ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ തേങ്ങന്റെ 2 പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ കടലപ്പരിപ്പ് വേവിച്ചതാണ്, ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഇതുപോലെ ക്യൂബ്സ് ആയി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിള വരുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ പിടി ഉരുട്ടി വെച്ചതില്ലേ, വേവിച്ച് വെച്ചത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഏകദേശം ഒന്ന് തിള വരുന്ന സമയത്താണ് നമ്മൾ തേങ്ങന്റെ 1 പാല് ചേർക്കുന്നത്. നല്ല കട്ടിയിൽ 1 പാല് ചേർത്തിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇത് ചൂടോടെയും പിന്നെ തണുപ്പിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഈ പൊടി കുറച്ച് ബാക്കി വന്നപ്പോൾ അത് ആണപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ചെറിയുള്ളി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആദ്യം അരച്ചെടുക്കുന്നുണ്ട്. അത് പൊടിയിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത് ആണപ്പത്തിൽ കക്കറൊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചിക്കറിയിലേക്ക് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അല്ലേ ഫുഡ്സിന്റെ പ്രൊഡക്ട്സ് വേണ്ടവർക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്.